ദൃശ്യം 3യുടെ റിവ്യൂ ആണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ലാലേട്ടന്റെ ആക്ടിങ് ഗംഭീരം ആക്ടിങ് ആണ് പുള്ളി കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ദൃശ്യം 1ലും 2ലും കണ്ടതിനെ വെച്ച് നോക്കുമ്പം 3യിലേക്ക് വരുമ്പം മറ്റൊരു വേയിലുള്ള ഒരു ആക്ടിങ് ആണ്. അതായത് കാരണം ജിത്തു ജോസഫ് തന്നെ പറഞ്ഞായിരുന്നു, തന്നെ ടീസറിനകത്ത് ഇത് വ്യക്തമാണ്. ഈ പടം എന്ന് പറയുന്നത്, തേർഡ് പാർട്ട് എന്ന് പറയുന്നത് കൂടുതലും ജോർജ് കുട്ടിയുടെ ഒരു ഇന്നർ മൈൻഡിൽ നടക്കുന്ന കുറെ കുഴപ്പങ്ങളും പുള്ളി അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. സെക്കൻഡ് പാർട്ട് നിർത്തുന്നത് തന്നെ അങ്ങനല്ലേ, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഈ പാർട്ട് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല, പക്ഷെ പടം ഓവറോള് കിടുക്കനായിരുന്നു. പിന്നെ കുറെ റെഫറൻസുകളൊക്കെ ഉണ്ട്, റെഫറൻസുകളൊക്കെ ഗംഭീരം, ഒന്നും പറയാനില്ല. അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. പിന്നെ ഫസ്റ്റ് ഹാഫ് പലരും പറയുന്നില്ല ലാഗായിരുന്നെന്ന്, അത് എനിക്കും ഫീൽ ചെയ്തു. പക്ഷെ ഇന്റർവെല്ലിൽ കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. പക്ഷെ പിന്നീട് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ക്ലിയർ ആയത്. ഫസ്റ്റ് ഹാഫ് സെറ്റിംഗ് ആണ്, സ്റ്റോറി സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, ലാഗായിട്ട് പിന്നീട് എനിക്ക് തോന്നിയില്ല. കാരണം ഇപ്പോൾ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് പടം അങ്ങോട്ട് തുടങ്ങി ക്രെഡിറ്റ്സ് കാണിച്ച് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോഴേ പടം എന്തല്ല ക്ലച്ച് പിടിച്ച് ട്വിസ്റ്റിലോട്ട് കയറുമല്ല. പടത്തിനൊരു പ്രോപ്പർ സെറ്റിംഗ് വേണം. അതൊക്കെയാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് തന്നെ ജിത്തു ജോസഫ് ഇതിൽ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഗംഭീരം പെർഫോമൻസ് ആയിരുന്നു. പല അൻസിബ നമ്മുടെ അഞ്ജു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത്, ജോർജ് കുട്ടിയുടെ മോള് കിട്ടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ മറ്റേ അപസ്മാരത്തിന്റെ അസുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ആക്ട് ചെയ്തത് അതിനപ്പുറം ഭയങ്കരമാണ്. പിന്നീട് സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരുന്ന നമ്മുടെ ലോയറിന്റെ കഥാപാത്രം, നമ്മൾ സെക്കൻഡ് പാർട്ടിലൊക്കെ കോ റൈറ്റർ ആയിരുന്നു പുള്ളിക്കാരിക്ക് അത്യാവശ്യം നല്ല റോളുണ്ട്, അത്യാവശ്യം നല്ലോണം തന്നെ ഇത്തവണ ചെയ്തിട്ടുണ്ട്. പിന്നെ മുരളി ഗോപിയുടെ ആക്ടിങ്, അതൊരു എന്താ പറയുക, ഒരു പഞ്ച് ക്യാരക്ടറാണ് മുരളി ഗോപിയുടെ ക്യാരക്ടർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കഥാപാത്രങ്ങളുടെയൊക്കെ ക്യാരക്ടർ അങ്ങനെയൊക്കെ വേണം, ഒരു പഞ്ച് ക്യാരക്ടറാണ്, അത് ഗംഭീരമാണ്. പുള്ളിയുടെ ആക്ടിങ് കിടിലമാണ്. പുള്ളി വരുമ്പോഴേ നമുക്കൊരു ത്രില്ലാണ്, ആ ഒരു വേ ഓഫ് ടോക്കിങ്ങും അപ്രോച്ചും കാര്യങ്ങളും ഒക്കെ. പിന്നെ ട്വിസ്റ്റുകൾ സ്വാഭാവികമാണ്, ജിത്തു ജോസഫിന്റെ സിനിമയിൽ ട്വിസ്റ്റുകൾ കാണാതിരിക്കില്ല. ഓവറോൾ എനിക്കൊരു 10/10 ആയിട്ട് തന്നെ തോന്നി. എല്ലാ എലമെന്റുകളും സിനിമയിലുണ്ട്. ഇമോഷണൽ ആണെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള എലമെന്റുകൾ, സന്തോഷിപ്പിക്കുന്ന എലമെന്റുകൾ, ട്വിസ്റ്റ് എലമെന്റുകൾ, ചിരിപ്പിക്കുന്ന എലമെന്റുകൾ എല്ലാം തന്നെ സിനിമയിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗംഭീര പടം. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് എന്ന് പറയാൻ കാരണം ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് TV കണ്ടാൽ കിട്ടത്തില്ല. അത് ക്ലീശ ഡയലോഗാണ്. പക്ഷെ എന്നിരുന്നാലും ദൃശ്യം 2 സംഭവിച്ചതാണ്, തിയേറ്റർ റിലീസ് ചെയ്തില്ല, ഡയറക്റ്റ് ചെയ്ത പരിപാടി എന്ന് പറയുമ്പം OTT റിലീസ് ചെയ്തു. കാരണം അന്നത്തെ സാഹചര്യങ്ങൾ അതിനാണ് ഇതായത്. പക്ഷെ ദൃശ്യം 3 ഭാഗ്യത്തിൽ തിയേറ്ററിൽ കിട്ടി. അത് നമ്മുടെ ഒരു ഭാഗ്യമാണ് തിയേറ്ററിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ പോയി കാണുക, മിസ് ചെയ്ത് കളയരുത്. കാരണം ഇനി ഇങ്ങനെ ഒരു സാഹചര്യം പറ്റിയെന്ന് പോലും വരില്ല. ദൃശ്യം 4 ഉണ്ടോയെന്ന് പോലും നമുക്കറിയത്തില്ല. അതാണ്. ഓക്കെ, പിന്നെ റെഫറൻസുകൾ അത് ഓർത്ത് വെച്ചു. റെഫറൻസ് എന്ന് പറയുന്ന സാധനം ഞാൻ ഇപ്പോഴും അതിന്റെ ഒരു പ്രസരിപ്പിൽ നിൽക്കുകയാണ്. ഇനി ഒന്നുകൂടെ പോയി കാണാം. റിപ്പീറ്റ് വാല്യൂ ഞാൻ പറയട്ടെ, 100ൽ 100 ഞാൻ കൊടുക്കും റിപ്പീറ്റ് വാല്യൂ. സുഖമായിട്ട് നമുക്ക് ഒന്നുകൂടെ പോയിരുന്ന സമാനത്തോട്ടിരുന്ന സിനിമ കാണാം. കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവത്തേ ഉള്ളൂ. കാരണം നമ്മൾ ജിത്തു ജോസഫ് പുള്ളിയുടെ സിനിമ ഫോളോ അപ്പ് ചെയ്തു പോകുന്നത് ഭയങ്കര ശ്രദ്ധിച്ചിരിക്കണം. പറയുന്ന ഓരോരോ കാര്യങ്ങളും. ഇടയ്ക്ക് വെച്ച് എനിക്ക് ചെറിയൊരു ഹിന്റ് കിട്ടി പിന്നീട് നടക്കാൻ പോകുന്ന ഒരു ഇൻസിഡന്റിനെ പറ്റി. എന്നിരുന്നാലും ചിലടമൊക്കെ നമ്മൾ കുറെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ സെക്കൻഡ് ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും പോയി കാണാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ.